Hi viewers, welcome to your daily dose of cinema. This is your zone from screen to soul. ഫ്രെയിംസ് പറയാത്തത് ഞങ്ങൾ പറയും. റിയൽ ടോക്ക്, റിയൽ റിവ്യൂ. ജസ്റ്റ് സിനിമ ട്രൂത്ത്, കട്ട് ദ ഹൈപ്പ് ബിയോണ്ട് ദ സ്ക്രീൻ. ഇന്ന് റിവ്യൂ റോക്കറ്റിൽ സംസാരിക്കുന്നത് പാട്രിയോട്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. മാസ് ആക്ഷൻ സ്പൈ ത്രില്ലർ ജേർണലിൽപ്പെട്ട പാട്രിയോട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണൻ. എഡിറ്റിങ്ങും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിനൊപ്പം രാഹുൽ രാധാകൃഷ്ണനും ഉണ്ട്. 2020 എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം നീണ്ട 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിൻ്റെ ബിഗ് എമ്മായ മമ്മൂക്കായും ലാലേട്ടനും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്ന എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ സിനിമയുടെ ഹൈപ്പ് വാനോളമാണ്. ചാക്കോച്ചൻ, ഫഹദ്, രാജീവ് മേനോൻ, രേവതി, നയൻതാര, ദർശന തുടങ്ങി വമ്പൻ താരനിര തന്നെയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. ഡേറ്റ പ്രൈവസിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. മുമ്പ് ഹോളിവുഡ് സിനിമയിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ഡേറ്റ പ്രൈവസി എന്ന സബ്ജക്റ്റ് ഇന്ത്യൻ സിനിമയിൽ കൂടുതൽ പറയാത്ത സെൻസിറ്റീവായ വലിപ്പമുള്ള ഒരു കണ്ടൻറ്റിനെ അത് അർഹിക്കുന്ന പ്രാധാന്യം നൽകി ഒരു പക്ക ക്ലാസ് രീതിയിലാണ് ഡയറക്ടർ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. റൈറ്റ് നൗ നമ്മൾ എന്തിനും ഏതിനും സ്മാർട്ട് ഫോണിനെ ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ധാരാളം ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡേറ്റ, മറ്റ് ഡീറ്റെയിൽസൊക്കെ ചോരുന്നുണ്ട്, കളക്ട് ചെയ്യുന്നു, പലതിലോട്ടും പോകുന്നു, പണവും ഒപ്പം പ്രൈവസിയും നഷ്ടപ്പെടുന്നു. ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ജനങ്ങളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറിയാൽ സംഭവിക്കുന്ന ഭവിഷ്യത്തുകളാണ് ഈ സിനിമയിലൂടെ സംവിധായകൻ വരച്ചു കാട്ടുന്നത്. അതിനൊപ്പം ഡിജിറ്റൽ ടെക്നോളജിയുടെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഗ്രൗണ്ടഡ് ആയിട്ടാണ് സംവിധായകൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ സ്പൈ സോഫ്റ്റ്വെയറുകൾ എങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക്, പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നത് ഇതിലൂടെ കാണാം. ഫസ്റ്റ് ഹാഫ് മമ്മൂക്ക ത്രൂ ഔട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സാധാരണക്കാരൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്ന ക്രിമിനൽസിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഡിഫൻസ് റിസർച്ച് വിങ് സയൻറ്റിഫിക് ഡയറക്ടറായ ഡോക്ടർ ഡാനിയൽ ജെയിംസ് ആയിട്ടാണ് മമ്മൂട്ടി ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഗംഭീര പ്രകടനമാണ് മമ്മൂട്ടി ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൽ സ്റ്റൈലിഷ് ലുക്കാണ് മമ്മൂക്കയ്ക്ക്. ഒപ്പം കിടിലം ഫൈറ്റ് സീൻ കൂടിയുണ്ട്. ഇൻ്റർവൽ ബ്ലോക്ക് അതിഗംഭീരമായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് പ്രിയപ്പെട്ട ലാലേട്ടൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻട്രോ സീൻ ഗംഭീരമായിട്ടുണ്ട്. കേണൽ റഹീം നായിക്ക് എന്ന കഥാപാത്രമായിട്ടാണ്, എക്സ്റ്റൻഡഡ് കാമിയോ ആയിട്ടാണ് ലാലേട്ടൻ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് സഹായവുമായി എത്തുന്ന ആത്മാർത്ഥ സുഹൃത്തായിട്ടാണ് ലാലേട്ടൻ. സ്വാഭാവികമായും മമ്മൂക്കായും ലാലേട്ടനും നീണ്ട ഇടവേളയ്ക്ക് ശേഷം 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോൾ 2020 പോലൊരു സിനിമ ആണ് പ്രേക്ഷകർ അവരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത്. 2020 ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ സിനിമയിലുള്ള പോലെ തീപ്പൊരി ഡയലോഗോ മാസ് മസാല അല്ല സിനിമയിൽ. ഇതൊരു പക്ക ക്ലാസ് ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആയിട്ടുള്ള സ്പൈ ത്രില്ലർ, ഹോളിവുഡിലെ സ്പൈ ത്രില്ലർ സിനിമകളെ ഓർമ്മിക്കുന്ന അതേ രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഒറ്റവാക്കൽ പറഞ്ഞാൽ ഈ സിനിമ ഒരു ക്ലാസ് പ്ലസ് ഹോളിവുഡ് സ്പൈ ത്രില്ലർ മേക്കിംഗ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ലോ ഫേസിലാണ് ഈ സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെയും സെക്കൻഡ് ഹാഫിന് ശേഷം കുറച്ച് ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ സിനിമയുടെ ഡയറക്ടർ മഹേഷ് നാരായണൻ, അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം കണ്ടൻറ്റഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പടങ്ങളാണ് അദ്ദേഹം പിടിക്കുന്നത്. കണ്ടൻറ്റിന് പ്രാധാന്യം നൽകുന്ന, അതിലെ സ്റ്റാർഡത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിൽ കഥയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, അല്ലാതെ അവരുടെ സ്റ്റാർഡം ഇവിടെ മുഴച്ചു നിൽക്കുന്നില്ല. അതാണ് വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ക മാസ് കുത്തി നിറച്ച വിട്ടുമില്ല, ആവശ്യത്തിനുള്ള മാസുകൾ. സുശീൽ ശ്യാം നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ഇതിൽ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് പറ്റിയ മൂഡിനനുസരിച്ച് ഫഹദ് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒപ്പം ചാക്കോച്ചനും അവിടെ ആയിട്ടുള്ള റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്.
എന്നാൽ രേവതി, നയൻതാര ഇവർക്കൊക്കെ പ്രാധാന്യമുണ്ടെങ്കിലും സീനുകൾ കുറവായിരുന്നു. വലിയ ക്യാൻവാസിൽ ഇൻ്റർനാഷണൽ ലെവലായിട്ടാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അറിയാം, ഈ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അത് ഇതിലെ ഓരോ ഫ്രെയിമിലും കാണുന്നുണ്ട്, പണം ചിലവാക്കിയിട്ടുണ്ട്. അത്രയ്ക്കും ഹൈ ക്വാളിറ്റിയാണ്. ശ്രീലങ്ക, അസർബൈജാൻ, ലണ്ടൻ, UAE അങ്ങനെ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിലും, ഡൽഹി അടക്കം പല സ്ഥലങ്ങളിലും ചിത്രീകരിച്ച സിനിമയുടെ മേക്കിങ്ങും അതുപോലെ അതിൻ്റെ DOP കൈകാര്യം ചെയ്തിരിക്കുന്ന മാനുഷ് നന്ദനും അദ്ദേഹത്തിൻ്റെ ക്യാമറ ആംഗിൾസും മൂവ്മെൻറ്റ്സും ഷോട്ടുകളും അതിഗംഭീരമായിട്ടുണ്ട്. ഒരു ഹോളിവുഡ് സിനിമയെ ഓർമ്മിപ്പിക്കുന്ന ഷോട്ടുകളാണ്. കാരണം അദ്ദേഹം ബോളിവുഡ് സിനിമയിലെ വമ്പൻ സൂപ്പർതാര ചിത്രങ്ങൾക്കും പാൻ ഇന്ത്യൻ സിനിമകൾക്കും ക്യാമറ കൈകാര്യം ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അത്രയും ടാലൻറ്റഡാണ് മാനുഷ് നന്ദൻ. അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ കൂടി ഓരോ ഫ്രെയിമിനും റിച്ച്നെസ് നൽകുന്നുണ്ട്, ഒരു ഹോളിവുഡ് ടച്ച് നൽകുന്നുണ്ട്. അപ്രോക്സിമേറ്റ് 120-140 കോടിക്കും ഇടയിൽ ബഡ്ജറ്റ് വരുന്ന പാട്രിയോട്ട് എന്ന സിനിമ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും ക്ലാസ് ടച്ചുണ്ട്. ആർട്ടായാലും സൗണ്ട് എഫക്റ്റ് ആയാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. എല്ലാം ഹൈ ക്വാളിറ്റിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും പാട്രിയോട്ട് മൊത്തത്തിൽ മേക്കിങ്ങിൽ പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ പ്ലസ് റിച്ച് പ്ലസ് ക്ലാസിക് ടച്ച് തരുന്നുണ്ട്. ഇതൊരു മഹേഷ് നാരായണൻ സ്റ്റൈലിലുള്ള കണ്ടൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പ്രേക്ഷകരെ, വലിയ മാസ് കുത്തി നിറയ്ക്കാത്ത കണ്ടൻറ്റിന് പ്രാധാന്യം നൽകിയുള്ളൊരു സിനിമയാണ്. ആ രീതിയിൽ നമ്മൾ സിനിമയെ സമീപിക്കണം. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. പലർക്കും അവരുടെ ചിന്തയ്ക്കനുസരിച്ച് അവരുടെ അഭിരുചി മാറും. വ്യൂവേഴ്സ്, നിങ്ങൾ പാട്രിയോട്ട് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ. സിനിമ റിവ്യൂസിനും അപ്ഡേറ്റിനുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.